ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആള് പറഞ്ഞത് ഭക്ഷണം വളരെ നല്ലതാണ്, പക്ഷെ മൃണാള് മിണ്ടരുതെന്നാണ്. തന്നെയാ വിളിക്കുന്നത്. കാശ് കൊടുത്ത് തിന്ന് രാത്രി ആവുമ്പോ യൂട്യൂബ് ഇറങ്ങുമ്പോൾ കേൾക്കും വേണം. നന്ദിയില്ലാത്ത ജാതികൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തെറിയോ അടി. ഇവരൊക്കെ റിവ്യൂ ചെയ്യുന്നത് അവരവരുടെ അരി വാങ്ങിക്കാനാണ്. നമുക്ക് മനസ്സിലായി. ഒരാൾക്ക് റിവ്യൂ ചെയ്ത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് പേരുടെ അരി മുടക്കുന്നത് ശരിയാണോ? ഭയങ്കര മണ്ടത്തരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതെ, ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. എന്റെ തെറ്റാണ്. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ പാടില്ലായിരുന്നു. ഞങ്ങള് പറഞ്ഞു, ആരെങ്കിലും നാട്ടുകാർ പറഞ്ഞു, വന്നോളെ കസ്റ്റമേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ഓപ്പൺ കിച്ചൺ കണ്ടേലെ മാമു വായക്കൂടി ഇറങ്ങും എന്നുള്ളത്. അല്ല ആരാ പറഞ്ഞു ആങ്കറി റൊണാൾഡോട്? വേറെന്തോ പറയാൻ വന്നാണ്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വേണ്ടായിരുന്നു. അത്രയധികം പൈസ ചെലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ. അയ്യോ, അത്രക്ക് കടുത്ത തീരുമാനമൊന്നും വേണ്ട. അപ്പൊ തന്റെ കോൺസെപ്റ്റ്, തന്റെ ബുദ്ധി, തന്റെ ഐഡിയ പൊട്ടിപ്പൊളിഞ്ഞൊരു സാധനം, അതിൽ 2 ലക്ഷം മുടക്കിയ തന്റെ പ്രശ്നം. ഈ കൃഷ്ണൻ വന്ന ശേഷമാണ് ഈ വലിയ കെട്ടിടവും കോപ്പും ഒക്കെ ഉണ്ടായത്. എന്റെ ഇടയില് ശരി, എന്റെ ഇടയിൽ ശരിയായി കൂടെ. ഇപ്പൊ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ പണ്ട് ഏതൊക്കെയോ റെസ്റ്റോറന്റ് റിവ്യൂ ചെയ്തുകൊണ്ടാണ് ഇവർ റിവ്യൂ ചെയ്യുന്നതെന്ന്. ഞാൻ ആ റിവ്യൂ ചെയ്ത കാലത്ത് ആർക്കും എന്നോട് ഒരു പ്രശ്നമില്ലായിരുന്നു. അവനെ അന്വേഷിച്ച് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. ചിലർ ബെൽജിയത്തിൽ നിന്ന്, ചിലർ ബാംഗ്ലൂരിൽ നിന്ന്. ഇന്നാളെ അവനെ തല്ലാൻ കുറെ ആൾക്കാർ വന്നു. ഏതെങ്കിലും റെസ്റ്റോറന്റിനെ ക്രിട്ടിസൈസ് ചെയ്തതുകൊണ്ടോ ആർക്കും എന്നോട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. ആ കാലത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാരും അയാൾ ചെയ്യുന്നത് ശരിയാന്ന് പറഞ്ഞു നടക്കായിരുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെലവാക്കിയത് അത്രയധികം പൈസയാണ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ക്വാളിറ്റിയുള്ള ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഭയങ്കര തെറ്റായി പോയി. അങ്ങനെ നോക്കിയാ നിങ്ങൾ നടത്തുന്ന ഇവിടെ ഉള്ളവരുടെ ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാണ്ട് ബിസിനസ് ആയിട്ടൊന്നുമല്ല. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഹോട്ടലും തുടങ്ങി, അതിൽ സെൻട്രൽ എസിയും വെച്ചു, ഓപ്പൺ കിച്ചണും ഉണ്ടാക്കി, നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ നെഞ്ഞെത്തിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്റെ അവകാശങ്ങളൊക്കെ തന്ന് എന്നെ പിരിച്ചുവിട്ടേക്ക്. ഞാൻ എന്റെ തറവാട്ടുള്ള സ്വത്തുക്കളൊക്കെ ജീവിച്ചോളാം. ഇങ്ങനെ ഫുഡ് എടുത്ത് ഒരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുക, അയാൾക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ അയാളെ സഹായിക്കുക എന്നൊക്കെ കോൺസെപ്റ്റ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ ആ കോൺസെപ്റ്റ് താൻ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒളിക്യാമറ വെച്ചെടുത്ത വിഷ്വൽസോ നാട്ടുകാരെ ബോധിപ്പിക്കുക. നാട്ടുകാരെ ബോധിപ്പിക്കണം. ഇപ്പൊ കാശുകാരെ നോക്കണ്ട. വീഡിയോ ആക്കി നന്മമരം BGM ഇട്ടിട്ട് ചോറ് കൊടുക്കുന്നതിന്റെ വീഡിയോസ് എടുത്തിടുക. ഇതൊന്നും ഫലിക്കാത്തത് കൊണ്ടാണ് ആശാൻ ലാസ്റ്റ് ഇപ്പൊ എന്റെ കുറ്റം എന്നുള്ള ഐറ്റമായിട്ട് ഈ ഇറങ്ങി തിരിഞ്ഞ് വന്നിട്ടുള്ളത്. 100ാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ, അത് അവന്റെ രക്തത്തിലുള്ളത്. ഇവിടെ ബിസിനസ് നടത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ നടത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തന്നെ കൊണ്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിർത്തിപ്പോവല്ലേ ബെറ്റർ. നല്ല രീതിയിൽ നടക്കുന്ന കട ഞങ്ങൾ കൂട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇന്നും വരാം, നാളെയും വരാം. ഞാൻ പണ്ടേ അങ്ങനെയാണ്. പിണയി പൊക്കളെ ഞാൻ തന്നെ അവരറിയുന്നത്. വേണ്ട, ഇവന്റെ ഒക്കെ പുറകെ ഓടി തീർക്കാനുള്ളതല്ല എന്റെ ഇനിയുള്ള ജീവിതം. എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിന് കാണാം. ശരി, ജയ് ഹിന്ദ്.